പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന്. ആ സമയത്ത് ആദർശ് പറയും, സംസാരിക്കാൻ ആരുമില്ല. നേരത്തെ ഇവിടെ വരുമ്പോൾ അച്ഛൻ എന്നോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നോട് വെറുപ്പുള്ള പോലെയാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അച്ഛനോടും അമ്മേനോടും സത്യം പറയേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ആദർശിനോടുള്ള വെറുപ്പാണല്ലോ. അപ്പം അതുകൊണ്ട് ആദർശും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ശരിക്കുള്ള കുറ്റവാളിനെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് അത് എന്നോടുള്ള വെറുപ്പായിട്ട് മാറിയത്. സാരമില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ആദർശ്. നയന ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് ആദർശേട്ടനെ സംശയമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ആദർശും പറയുകയാണ്, അവൾ നിന്നെപ്പോലെയാണ്. പിന്നെ നിങ്ങളുടെ 3 മക്കളിൽ കുറച്ച് അങ്ങനെ സ്വഭാവത്തിന് മാറ്റമുള്ളത് നവ്യയ്ക്കാണ്. ഇപ്പം നവ്യയ്ക്കും എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾ ഏത് കാര്യത്തിനും എന്നെ താരതമ്യപ്പെടുത്തിയാണല്ലോ അബീനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അബിയുടെ സ്വഭാവമാണ്. അബിക്ക് നന്നായിട്ട് അറിയാം ചന്ദമോളുടെ അച്ഛൻ അവനാണെന്നുള്ളത്. എന്നിട്ട് അവൻ എത്ര നന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് നമ്മൾ വിചാരിച്ചാൽ സത്യം തെളിയിക്കാവുന്നതേ ഉള്ളൂ. നിഷ്പ്രയാസം അത് തെളിയിക്കാൻ സാധിക്കും. അതൊക്കെ അവനറിയാം. എന്നിട്ടും അവൻ എത്ര നന്നായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതിലെനിക്ക് സംശയം അങ്ങനെ അത്ഭുതമൊന്നുമില്ല എന്ന് പറയട്ടോ. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നാണ് ആദർശ് പറയുന്നത്. പിന്നെ ആദർശിനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് അവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നവ്യയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ഗോവിന്ദനും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നന്ദു ആണല്ലോ ഇങ്ങനൊരു പാർട്ടി അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, മോള് പെട്ടെന്നാണ് കാര്യങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഒരുപാടൊന്നും ഒരുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിട്ടാണോ ഒന്നും ഒരുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ നല്ലൊരു പാർട്ടി തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വകയും ഒരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ അബി പറയാണ്, ആ നിങ്ങൾക്ക് പിന്നെ പാർട്ടിയൊക്കെ നടത്താലോ, നമുക്കല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ പാപ്പരല്ലേ എന്ന് പറയുമ്പോൾ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ആദർശ് ചോദിക്കും കേട്ടോ. നിനക്കും ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടൊക്കെ തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്ത് ബ്രാഞ്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും അവിടെ അവന് മുകളിൽ വേറൊരാളെ വെച്ചില്ലേ എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ അനി നോക്കുന്ന ബ്രാഞ്ചിലും അങ്ങനെ ആളുകളെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവന് 3 ബ്രാഞ്ച് കൊടുത്തില്ലേ, ഇതിപ്പോൾ അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് അവൻ്റെ മുകളിൽ വേറൊരാളെയും വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അതിനെക്കുറിച്ചുള്ള സംസാരം അവിടെ നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ട, ഭക്ഷണം കഴിക്കുക എല്ലാവരും എന്ന് പറയും. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ നീ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങ് എടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ എന്നിങ്ങനെ നയന പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ ഇവിടെ ചിലരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പോൾ അബി ആണെങ്കിലും അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അബി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അതിൻ്റെ കൂടെ നവ്യ എണീറ്റ് പോകും കേട്ടോ. അപ്പോൾ കനകയെ ആണെങ്കിലും നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, കഴിച്ചോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ആക്ഷേപിച്ച പോലെ ആയല്ലോ അമ്മയെന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നന്ദു മാത്രം അവിടെ നിന്ന് എണീറ്റില്ലല്ലോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അന്തോ നീ എണീറ്റ് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ എണീറ്റ് പോകുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി തരണമെന്ന് ഞാനല്ലേ പറഞ്ഞത്, പിന്നെ ഞാൻ എണീറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയും. പിന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലേ, അല്ലെങ്കിലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നന്ദുവിനോടും കഴിക്കാൻ പറഞ്ഞ് അവർ കഴിക്കുകയാണ് കേട്ടോ. പിന്നീട് അബി തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നന്ദുവിന് ചെറിയ സംശയം വരുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയുടെ സ്വഭാവം കുട്ടിക്കാലത്ത് ഇങ്ങനെയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് നയന പറയുന്നത് നന്ദുവിനോട്. അപ്പോൾ നന്ദുവിന് എന്തായാലും സംശയമായിട്ടുണ്ട്. പിന്നീട് നയന ഗോവിന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അച്ഛനോടും അമ്മേനോടും പല തവണ പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദർശേട്ടനെ ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ തുറന്നു തന്നെ പറയുന്നുണ്ട്, ആദർശിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മോളും ഇതൊക്കെ ഇങ്ങനെ സഹിച്ച് തന്നെയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ കനക പറയുന്ന സമയത്ത് അതിന് പറയുന്നുണ്ടായിരുന്നു, അത് അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, എനിക്ക് അങ്ങനെ സഹിച്ചു കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ കാര്യം അങ്ങനെയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയാണ്. പിന്നീട് അത് കേട്ടുകൊണ്ട് നവ്യ അവിടേക്ക് വരുന്നുണ്ട്. നവ്യയുടെ വക കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ നയനേനെ. അപ്പോൾ അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ അബി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നയന അബീനെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ്
നവ്യ അത് പറയുന്നത്. ശരിയാണ്, അവൻ കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നല്ല സമാധാനമുണ്ട്. ശരിക്ക് ആദർശേട്ടൻ്റെ ഭാര്യയാണല്ലോ ഞാൻ ആവേണ്ടിയിരുന്നത്. അപ്പോഴും അബി അവിടെ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അതൊക്കെ ശരിയാണ്. എന്നാൽ എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. അയാളുടെ ഭാര്യ ഞാൻ ആയില്ലല്ലോ എന്നോർത്ത്. ഞാനായിരുന്നു അയാളുടെ ഭാര്യയെങ്കിൽ അയാളെ ഇപ്പോൾ കോടതി കയറ്റിയേനെ. നീ എന്തിനാ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നയനേനെ കുറേ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വീർപ്പുമുട്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ശരിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാനേന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണേ. പിന്നീട് ഗോവിന്ദൻ നയനിനോട് പറയുന്നുണ്ടായിരുന്നു, ആദർശിനോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. ആദർശ് എടുത്തു കൊടുത്ത വീടാണല്ലോ അത്. അപ്പോൾ അവിടെ ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ വീട് കണ്ടു വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാണ്. നാളെ രാവിലെ തന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിക്കാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ആരും ഇവിടുന്ന് എവിടേക്കും പോകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കനക പറയും, അച്ഛൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അല്ലെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. കോടികൾ മോഹിച്ച് നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു, ഒരു മനുഷ്യന് മനസ്സമാധാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നവ്യമോൾ പോവാന്ന് പറഞ്ഞില്ലേ, ഗോവിന്ദേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വിളിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ 3 മക്കളിൽ മോളോടായിരുന്നു എനിക്ക് കൂടുതലും സ്നേഹം. അതുകൊണ്ടാണ് മോളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത്രയും കൂടുതൽ വിഷമമായതെന്ന് പറയാൻ കേട്ടോ. പിന്നീട് നവ്യയും അബിയും കൂടെ പോകാൻ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ആദർശ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഇരിപ്പ് കണ്ടില്ലേ, നമ്മളാരും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അയാൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കുറേ കുറ്റപ്പെടുത്തും കേട്ടോ. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും എല്ലാവരും അവരെ യാത്രയാക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കനക. അപ്പോൾ എന്തായാലും അവരിങ്ങനെ കനക കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ആദർശം വരുമ്പോൾ ആദർശ് വരുന്നത് കാണുമ്പോൾ തന്നെ നവ്യയുടെ മുഖമൊക്കെ മാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനും ഭയങ്കര ആദർശിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ യാത്ര വയ്ക്കാനായിട്ട് അവർ പോകുന്ന സമയത്ത് അങ്ങനെ ആദർശാകെ ഒറ്റപ്പെട്ടു പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം പറയുന്നുണ്ടായിരുന്നു. ആദർശ് പറയും, ഇപ്പോൾ അവനായി ഇവിടുത്തെ ഹീറോ, ഞാൻ വെറും സീറോ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നയനയ്ക്കും ആകെ സങ്കടമാവുകയാണ്. പിന്നീട് അവർ പോകാൻ ഇറങ്ങിയതാണല്ലോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു നയനിനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം, ചന്തുമോളെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യമൊന്നും ഇനി നടക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അവളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം മുരടിച്ച് പോവുകയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും. പിന്നെ നന്ദുവിനോടും പറയുന്നുണ്ടായിരുന്നു, നീയാണല്ലോ അവൾക്ക് സപ്പോർട്ട്, ഇനി അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവർ കാറിൽ കയറി പോവാണ് കേട്ടോ, യാത്രയൊക്കെ പറഞ്ഞ്. അങ്ങനെ പോകുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആദർശിനോട് അതൊന്ന് സംസാരിക്കണം, മോളും കൂടെ വാ എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് തോന്നുന്നത് ആദർശേട്ടൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും കനകയും ഗോവിന്ദനും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ്. കനകയും ഗോവിന്ദനും അകത്തേക്ക് ചെന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മോനോട് സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അച്ഛൻ സംസാരിക്കാൻ പോകുന്ന കാര്യം എനിക്കറിയാം, ചന്തുമോളുടെ കാര്യമല്ലേ, അപ്പോൾ എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ അവളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അതെന്തിനാ ഞങ്ങളുടെ എന്ന് പറയുന്നത്, മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്നും ചന്തുമോളെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് വീട് മാറുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു ആദർശിനോട്, ഇനിയിപ്പോൾ മോനിങ്ങനെ എടുത്തു തന്ന ഈ വീട്ടിൽ ജീവിക്കുന്നതിൽ നല്ലത് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ ഈ പറഞ്ഞതിനെയൊക്കെ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സത്യം നയന തുറന്നു പറയാൻ നിൽക്കുന്നില്ല കേട്ടോ അപ്പോഴൊന്നും. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയേ, ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, മറച്ച് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്തുമോളെ അവിടുന്ന് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും കനകയ്ക്കും ഗോവിന്ദനൊക്കെ ആദർശിനോട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ വരുന്നത്. നയനയാണെങ്കിലും ആദർശിൻ്റെ കൂടെ ആദർശ് പറയുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നയന തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാടായി എല്ലാം അങ്ങനെ സഹിച്ച് നിൽക്കുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനേക്കാളേറെ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്നിങ്ങനെ ഗോവിന്ദനും കനക പറയുകയാണ്. പിന്നീട് ആദർശിനെ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴാണ് നയന പറയുന്നത്, ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്, അച്ഛനോടും അമ്മേനോടും തുറന്നു പറയാൻ പോവുകയാണ് സത്യങ്ങളെന്ന് പറയുമ്പോൾ ആദർശ് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനത് പറയാൻ പോയപ്പോൾ നീയല്ലേ എന്നോട് അത് പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ്, എനിക്കത് അപ്പം അങ്ങനെ തോന്നി, ഇപ്പോൾ അവർ സത്യം അറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അച്ഛനും അമ്മയും ഒരു കാര്യം അറിഞ്ഞോ, ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോയല്ലോ, അമ്മയുടെ മൂത്ത മോളും
മരുമോനും കൂടെ ഞാനും ആദർശേട്ടനും 100% സത്യം പറയുന്ന ആളുകളാണെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാലോ. അതെന്തുകൊണ്ടാണ് നയന അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. നയനയാണ് അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതും കള്ളങ്ങൾ പറയുന്നതും. അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ വിശ്വസിച്ചോ. ചന്തമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള അബിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനും കൂടെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമ്മുടെ നയന സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്.